I am Ennemcien. Welcome to Quantum Mechanics. നമ്മൾ ഓപ്പറേറ്റർ ഒരുമാതിരി എൻ്റെ പ്രിൻസിപ്പിള് അത്യാവശ്യമുള്ളതെന്ന് കണ്ടു. ഇനി ഡീജനറസിയൊക്കെ ഉണ്ട്, അത് സന്ദർഭത്തിൽ വിശദീകരിക്കേണ്ടതാണ്. ഇതിനകത്ത് ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊന്ന് പരിചയപ്പെടുന്നു. ഒന്ന്, സ്പേസ് കോർഡിനേറ്റ്സ് എക്സ്, വൈ, ഇസഡ് എക്സെട്ര. 3 ഡയമെൻഷൻ ആകുമ്പോൾ എക്സും വൈ ഇസഡും ഞാൻ പറഞ്ഞിടെ n ഡയമെൻഷൻ ഉണ്ടാവാം. ഇപ്പോൾ എക്സ് വൈ ഇസഡ് എക്സെട്ര പറയുന്നതുകൊണ്ടാണ്. അത് തന്നെയാണ് പൊസിഷൻ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ പൊസിഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ദി പൊസിഷൻ കോർഡിനേറ്റ് എന്നേ അർത്ഥമുള്ളൂ. 2, ഓപ്പറേറ്റേഴ്സ് കറസ്പോണ്ടിങ് ടു ലീനിയർ മൊമെൻറ്റ ഇൻ സ്പേസ്. എക്സ് വൈ ഇസഡ് 3 കോർഡിനേറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ പറയുമ്പോൾ മൊമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷനിൽ കണ്ട പ്രൂവ് ചെയ്തായിരുന്നു. -i(h കട്ട് ഡോ ബൈ ഡോ എക്സ്. ഈ എക്സ് മാത്രം എടുക്കുമ്പോൾ ഇത് ടോട്ടൽ ഡെറിവേറ്റീവായിട്ട് എടുക്കാം, d/dx എന്ന് എടുക്കാം, അതും പറഞ്ഞിട്ടുള്ള. പി വൈ ഓപ്പറേറ്റർ പി വൈ -h കട്ട് i(h കട്ട് ഡോ ബൈ ഡോ വൈ, പി ഇസഡ് -i(h കട്ട് ഡോ ബൈ ഡോ ഇസഡ്. ഇത് മൂന്നും കൂടെ വരുമ്പോൾ ഡെൽ ഓപ്പറേറ്റർ ആകും. നമുക്കത് ഇപ്പോൾ ആവശ്യമില്ല. ഇനി കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ 3. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ p²/2 12mv² എന്നുള്ളത് നമുക്ക് p²/2 എന്ന് മാറ്റാമല്ലോ. അതൊക്കെ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. p²/2. ഇവിടെ പിയുടെ ഓപ്പറേറ്റർ എടുത്തിട്ട് കഴിഞ്ഞാൽ എക്സ് കമ്പോണൻറ്റ് എക്സിൻ്റെ ഓപ്പറേറ്റർ എടുത്തിട്ട് കഴിഞ്ഞാൽ p² എന്ന് പറയുമ്പോൾ i²h². i² ഈസ് -1, h കട്ട് സ്ക്വയർ ഡോ² x². അപ്പോൾ ചുരുക്കത്തിൽ കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ഈസ് -h കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ² ഡോ x². ഇതുപോലെ മറ്റ് ഡയറക്ഷൻസിൻ്റെ എഴുതാം. അടുത്ത പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും സ്പേസ് കോർഡിനേറ്റിൻ്റെ ഒരു ഫങ്ഷനാണ്. പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണല്ലോ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഏത് പൊസിഷനിലാണ് അതിനനുസരിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പൊതുവേ ഒരു സ്പേസ് ഫങ്ഷനാണ്. അപ്പോൾ അത് Vx പൊസിഷൻ ഓപ്പറേറ്റർ എടുക്കുന്ന പോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് ഓപ്പറേറ്ററായിട്ട് വരുമ്പോഴും Vx ഇറ്റ്സെൽഫ്. ഇനി നമുക്ക് 5ാമതായിട്ട് കാണേണ്ടതാണ് പരമപ്രധാനം. ദറ്റ് ഈസ് ദി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. അത് 1 ഡയമെൻഷനിൽ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ കണ്ടു. HI = Eψ. H എന്ന് പറയുന്ന ഹാമിൽട്ടോണിയൻ. അപ്പോൾ 1 ഡയമെൻഷൻ എക്സ് ഡയമെൻഷൻ മാത്രം എടുത്ത ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഈസ് കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ -h കട്ട് സ്ക്വയർ ബൈ 2m ഡോ² ബൈ ഡോ x² പ്ലസ് Vx. ഇതിൻ്റെ ഐഗൺ വാല്യൂ ടോട്ടൽ എനർജിയാണ്. കാരണം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്ററിൽ വന്നത്, അപ്പോൾ അത് ടോട്ടൽ എനർജി തന്നെയാണ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജിയാണ്. ഇത് നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ഫോം ചെയ്തത്. ടൈം ഡിപ്പെൻഡൻ്റ് ആണ് ആദ്യം ഞാൻ ഡിറൈവ് ചെയ്തത്. അതിൽ നിന്നാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഉണ്ടാക്കിയെടുത്തത്. ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ വരുന്നത് ഇങ്ങനായിരുന്നു. അവിടെ
എനർജി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ് ഞാനന്ന് കാണിച്ചു. IH_∂T ഇതാണ് എനർജി ഓപ്പറേറ്റർ. ടൈം ഡിപ്പെൻഡൻ്റ് ഐഗൺ ഫങ്ഷൻ എടുത്താൽ, വേവ് ഫങ്ഷൻ എടുത്താൽ ഇതാണ് ടോട്ടൽ എനർജി ഓപ്പറേറ്റർ. അപ്പോൾ ഈ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഓപ്പറേറ്റർ ഫോമിൽ എഴുതുമ്പോൾ HI=IH_∂T ഓഫ് psi. ഇത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഷ്രോഡിംഗർ ഇക്വേഷൻ ആദ്യം പ്രൂവ് ചെയ്തത് ഈ ഫോമാണ്. ഇത്ര ഓപ്പറേറ്റേഴ്സാണ് ഓപ്പറേറ്ററിനെ പറ്റി നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പാരിറ്റി ഓപ്പറേറ്ററൊക്കെ വേറെ. ഇത് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ നേരിട്ട് കണ്ട ഓപ്പറേറ്റർ. മറ്റൊക്കെ ജനറൽ ഓപ്പറേറ്റർ തിയറി പറഞ്ഞതാണ്. ജനറലായിട്ട് കമ്മ്യൂട്ടേഷൻ റൂളോ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹെർമേഷ്യൻ, അതൊക്കെ ഓപ്പറേറ്ററിൻ്റെ സ്വഭാവങ്ങളാണ് പഠിച്ചത്. ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പരിധി വരെ ഇത്ര ഓപ്പറേറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പറൊക്കെ വേറെ ഉണ്ട്. ഇപ്പം അത് ഒഴിവാക്കിയിട്ട് പറഞ്ഞതാണ് ഇത്. ഇനി നമുക്കൊരു ചെറിയൊരു ചോദ്യം കാണാം. പ്രൂവ് ദാറ്റ് പാരിറ്റി ഓപ്പറേറ്റർ കമ്മ്യൂട്ട്സ് വിത്ത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. പാരിറ്റി ഞാൻ വിശദമായിട്ടൊന്നും ചർച്ച ചെയ്തില്ല. അത് സന്ദർഭം വരുമ്പോൾ എല്ലാം ഞാൻ വിശദമാക്കും. പാരിറ്റി ഓപ്പറേറ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പം കോർഡിനേറ്റ്സ് സൈൻ മാറുക, റിഫ്ലക്റ്റഡ് ആവുക എന്ന് പറയും. കോർഡിനേറ്റ്സ് റിഫ്ലക്റ്റഡ് ആവുന്നു. +x -x ആയിട്ട് മാറും. അതിൽ വളരെ ഫിസിക്കൽ മീനിങ് ഉണ്ട്. നമ്മൾ മിററിൽ കാണുന്ന ഒരു ഇമേജ് അത് റിയൽ തന്നെയാണ്. വെർച്വൽ ഇമേജ് റിയൽ ഇമേജ് ആ സെൻസിലല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരു ഓബ്ജക്റ്റും മിററിൽ ഫോം ചെയ്യുന്ന ഇമേജും അവിടെ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. ഇൻവേർട്ടഡ് റൈറ്റ് ലെഫ്റ്റ് ഇൻവേർഷനൊക്കെ. ഇൻവേർഷൻ്റെ ഇൻവേരിയൻസ് ആണ് സത്യത്തിൽ പൈ ഓപ്പറേറ്ററിൽ കാണിക്കുക. വൈ ഡോണ്ട് യു സ്റ്റഡി എ സിസ്റ്റം യൂസിങ് ഇറ്റ്സ് റിഫ്ലക്റ്റഡ് ഇമേജ്? ഇറ്റ് ഈസ് പോസിബിൾ. അവിടെ റിയാലിറ്റി ഉണ്ട്. റിയൽ ഓബ്ജക്റ്റ് പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ റിഫ്ലക്റ്റഡ് ഇമേജ് ഉപയോഗിച്ചും പഠിക്കാം ഒരു സിസ്റ്റത്തിന്. അത്ര പൈ ഓപ്പറേറ്റർ പറയുന്നുള്ളൂ. പൈ ഓപ്പറേറ്റർ സിഗ്നിഫിക്കൻസ് ഇനിയും വരും. അപ്പോൾ പൈ ഓപ്പറേറ്റർ വിട്ട് കളയാവുന്നതല്ല. പാരിറ്റി എന്ന് പറയുന്നത് ബേസിക് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ്. വി വിൽ സീ ടു സം എക്സ്റ്റെൻറ്റ്. ഞാൻ അതിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സ് ഇടയ്ക്കിടയ്ക്ക് പറയും. ഇപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടല്ലോ, -h²/2m d²/dx. ഇപ്പോൾ ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കാം, +vx. നമുക്ക് ഇത് ഒരു ψx എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഇതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ h ψx ഈക്വൽസ് -h²/2m ഇൻറ്റു d²ψx/dx² +vx ψx. ഇതിനെ നമ്മൾ പാരിറ്റി ഓപ്പറേറ്റർ കൊണ്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. πh ψx. അപ്പോൾ -h²/2m d²/dx². പൈയുടെ അഫക്റ്റ് ഇവിടെ കയറി വരണമല്ലോ. ψ -x +x -i +v -x ψ -x. പക്ഷെ v -x vxും സെയിമാണ്. നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ +2 പഠിച്ചിട്ടുണ്ടാവും. ഒരു ചാർജ്ഡ് സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ റൈറ്റ് സൈഡിലെടുത്താലും ലെഫ്റ്റ് സൈഡിലെടുത്താലും സെയിമാണ്. നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനൽ സ്ഫെറിക്കൽ ബോഡി വെച്ചിരിക്കുന്നു, ചാർജ് സ്ഫെറിക്കൽ ബോഡി. അതിൻ്റെ റൈറ്റ് സൈഡിലെ പൊട്ടൻഷ്യലും ലെഫ്റ്റ് സൈഡിലെ പൊട്ടൻഷ്യലും സെയിം, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ കോർഡിനേറ്റ്സ് അവിടെ -x+x ആകുന്നുണ്ടെങ്കിലും പൊട്ടൻഷ്യലിന് വ്യത്യാസമൊന്നുമില്ല.
അപ്പോൾ വി മൈനസ് എക്സ് ഈക്വൽസ് വി എക്സ്. അത് അത്തരം ഫീൽഡിനെയാണ്, പൊട്ടൻഷ്യൽ ഫീൽഡിനെയാണ് സിമെട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇൻ സിമെട്രിക് ഫീൽഡ്സ് വി മൈനസ് എക്സ് ക്യാൻ ബി ഈസ് ഈക്വൽ ടു വി എക്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഈ ചേഞ്ച് നമുക്ക് ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ പൈ എച്ച് സൈ എക്സ് ഈക്വൽസ് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ സൈ മൈനസ് എക്സ് പ്ലസ് വി മൈനസ് എക്സിന് പകരം വി എക്സ് സൈ മൈനസ് എക്സ് ഓർ put it as equation number 1. ഇനി പൈ ഇതിപ്പോൾ പൈ സൈ എക്സ് ഒന്ന് കണ്ടു നോക്കിയാൽ പൈ സൈ എക്സ് ഈസ് സൈ മൈനസ് എക്സ്. ഇതിനെ എച്ച് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തേ. നേരത്തെ നമ്മൾ പൈ കൊണ്ട് എച്ചിനെ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ പൈ കൊണ്ട് എച്ച് കൊണ്ട് പൈ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ പൈ സൈ എക്സ് ഈസ് സൈ മൈനസ് എക്സ്. സോ എച്ച് ഓഫ് പൈ സൈ എക്സ് ഈക്വൽസ് മൈനസ് എച്ച് കട്ട് സ്ക്വയർ സൈ മൈനസ് എക്സ് പ്ലസ് വി മൈനസ് എക്സ് വി എക്സ് തന്നെയാണെന്ന് പറഞ്ഞല്ലോ ഇൻറ്റു സൈ മൈനസ് എക്സ്. ഇക്വേഷൻ 2. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 റൈറ്റ് സൈഡ് രണ്ട് സെയിം അല്ലേ. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സൈ അങ്ങ് ഒഴിവാക്കാം. പൈ എച്ച് മൈനസ് എച്ച് പൈ ഈക്വൽസ് 0. ആൽഫ ബീറ്റ മൈനസ് ബീറ്റ ആൽഫ ഈക്വൽ 0 എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടർ ഓപ്പറേറ്റർ 0 ആയിരിക്കണം. 0 നൾ ഓപ്പറേറ്ററായിട്ട് മാറണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് കിട്ടിയത് പൈ എച്ച് മൈനസ് എച്ച് പൈ ഈക്സ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ ഈസ് 0. That means this pi and h commute. Result in null commute. That's all. ഇനി നമുക്ക് അടുത്ത പോസ്റ്റിംഗ് പ്രോബ്ലംസ് ആണ് ഞാൻ ചെയ്യുന്നത്. കൂടെ ഇനിയും പാർട്ടിക്കിൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് കൂടുതൽ ചർച്ച ചെയ്യണം. ഹാർമോണിക് ഓസിലേറ്റർ പാർട്ടിക്കിൾ ഇൻ എ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ആൻഡ് സോ ഓൺ. താങ്ക് യു.